സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേണം സേവനം. എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും സേവനം ചെയ്യണം. ഒന്നിനും സേവനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ പാടില്ല. മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലരും അങ്ങനെ ജീവിച്ചവരാണ്. നമ്മൾ ഈ സമയത്ത് ഓർക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു. എത്ര വലിയ മഹാനാണ് അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു. ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി പോകാൻ നോക്കുമ്പോ കുപ്പായത്തിന്റെ കൈയിന്റെ ഒരു ഭാഗത്ത് പൂച്ച വന്ന് കിടക്കുന്നു. പൂച്ചയുടെ ഉറക്കം ഉണർത്താതെ ആ കുപ്പായത്തിന്റെ കൈ കട്ട് ചെയ്തു ആ കൈ. എന്നിട്ട് അരക്കയ്യുമായിട്ടാണ് മഹാനവർകൾ ജമാഅത്തിന് പോയത്. എത്ര വലിയ പണ്ഡിതനാണെന്ന് ആലോചിച്ചു നോക്കി. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു എത്ര വലിയ പണ്ഡിതനാണ്. ലോകം കണ്ട വലിയ വലിയ മഹാന്മാരിൽ ഒരാളല്ലേ. ആ മഹാനുഭാവൻ കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങു. ളുഹറിന്റെ തൊട്ടു മുമ്പ് ഒരു ഉറക്കുണ്ടല്ലോ, ആ ഉറക്കം. അപ്പൊ കൈലൂലത്തുറങ്ങാൻ പൂച്ചയും വന്നു. പൂച്ച വന്നിട്ട് പൂച്ച കയറി കിടന്നത് ഇവിടെയായി. ഈ കുപ്പായ കയ്യിൽ പൂച്ച ഉറങ്ങിയത് കൊണ്ട് അതിനെ ഉണർത്തണ്ടാന്ന് കരുതിയിട്ട് ആ കുപ്പായത്തിന്റെ ആ ഭാഗം, ആ കഫിന്റെ ഭാഗം അത് കട്ട് ചെയ്ത് വെച്ച് മഹാനവർകൾ ജമാഅത്തിന് നിസ്കാരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ പൂച്ച ഇന്നേറ്റ് പോയിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് തുന്നി പിടിപ്പിച്ചു വെച്ചു. നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ പൂച്ച ആ പരിസരത്ത് കിടത്തുണ്ടെങ്കിൽ പിന്നെ പൂച്ച ദുന്യാവിൽ ആ പറമ്പിലേക്ക് തന്നെ കിടന്നുണ്ടാവും. മഹാനജല്ല ചില ആൾക്കാരെ ഒച്ചയിട്ടാ തന്നെ പൂച്ച ഇതെന്തോ കിയാമനാളിലെ സൂറിലൂതന ഒച്ചയെന്ന് കരുതും. അങ്ങനൊന്നും പൂച്ചനെ ഒച്ചിട്ട് ആട്ടി പറത്തിക്കാൻ പാടില്ല. പൂച്ച മനുഷ്യനെ ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഈ പൂച്ച ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് ചിലപ്പോ ഇങ്ങനെ വരും, അങ്ങോട്ട് പോകും, പിന്നെയും വരും, അങ്ങോട്ട് പോകും. പൂച്ച ഇങ്ങനെ വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ഒരു വല്ലായ്മ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂച്ചക്ക് പ്രശ്നമൊന്നുമില്ല, അത് നിങ്ങളെ ഇടയിൽ ചുറ്റിക്കറിഞ്ഞ് ജീവിക്കുന്ന ജീവിയാണ്, കുഴപ്പമൊന്നുമില്ല. നജസായത് വല്ലതും തലയിട്ടിട്ടോ കടിച്ചിട്ടോ ഒക്കെ വരികയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പൂച്ച വന്ന് അതിന് വെള്ളം വേണ്ടി വരുമ്പോ തലയിടും, കുറച്ച് വെള്ളം കുടിച്ചു പോകും. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമല്ലേ എന്നുള്ള ആ ആശങ്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൂച്ച വരുന്ന വിഷയം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, സാരല്ല, പൂച്ച അത് നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജീവിയാണ്, അതെങ്ങനെ ആയാലുണ്ടോ. ആ പൂച്ചനെ ആട്ടി ഓടിക്കേണ്ടതില്ല. അത് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചു വരുമ്പോ നജസായത് വല്ലതും കഴിച്ചിട്ടാ വരുന്നെങ്കിൽ അപ്പൊ ശ്രദ്ധിച്ചാൽ മതി തലയിടുന്നത്. അങ്ങനെ വല്ലതും അതിന്റെ ചുണ്ടിലോ മറ്റോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുടിക്കുന്നോ കണ്ട അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ആ കുടിക്കുന്ന വെള്ളം ബാക്കി ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഒക്കെ അങ്ങനെ വിഷയം വെച്ച് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൂച്ച നമ്മളെ പോലെ നല്ല വെള്ളം കുടിച്ച് ജീവിക്കുന്ന ജീവൻ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നും ആകേണ്ടതില്ല, അതിനെ ആട്ടി ഓടിക്കേണ്ടതില്ല. അബൂ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു ചെയ്ത് നോക്ക് നിങ്ങൾ. അതിനേക്കാളും വലിയ സേവനം നമ്മളൊന്നും സാധാരണ ചെയ്യാത്ത സേവന മഹാനവർകൾ ചെയ്തത്. ഉളു എടുത്തുകൊണ്ട് മഹാനവർകൾ ഒരു ദിവസം ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്നുണ്ട്. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു കൈ ഉയർത്തി നിൽക്കുമ്പോ ശിഷ്യൻ യാക്കൂബ് റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യൻ അടുത്തേക്ക് പോയി, എന്താ ഉസ്താദിന്റെ കൈയിന് എന്തെങ്കിലും പറ്റിയോ? കുറെ നേരമായല്ലോ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട്, ദുആക്ക് എപ്പോഴോ കഴിഞ്ഞല്ലോ, പിന്നെ എന്താ കൈ ഇങ്ങനെ മുക്കിയിട്ട്, എന്താ കൈ താഴ്ത്താത്തത് എന്നുള്ള ആൾക്ക് പിന്നെയും പോയി. കൈ പതുക്കെ തൊട്ടപ്പോ ഒരു കൊതുകതാ അതിന്റെ ടാങ്ക് ഫുള്ളാക്കിയിട്ട് ഒരു കൊതുക് അങ്ങനെ പാറിപ്പോയി. ആ കൊതുക് രക്തം മുഴുവനും കുടിച്ചിട്ടുണ്ട്. കൊതുക് പാറിപ്പോയപ്പോ ഈ ശിഷ്യനോട് മഹാനവർകൾ പറഞ്ഞു, ഈ സാധുവായ ജീവിനെ നീ തകരാറാക്കിയല്ലേ. സാധുവായ ഒരു ജീവി, അതിന്റെ ഭക്ഷണം ഒരു കൊതുക് കുടിച്ചാൽ എത്ര ലിറ്റർ കുടിക്കും? കുറച്ചല്ലേ കുടിക്കുള്ളൂ. പക്ഷെ ഒരു കൊതുക് അങ്ങനെ വന്നാല് ആ കൊതുക് അതിന്റെ ഭക്ഷണം എടുത്ത് പൊയ്ക്കോട്ടെ എന്നുള്ള കൃപയാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. കൊതുകിനെ കൊല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ ചിന്തിക്കുന്നത് അതും അല്ലാഹു തആലാന്റെ ഒരു മഖ്ലൂഖല്ലേ. ഒരു കൊതുക് രക്തെടുത്താൽ ഏറിപ്പോയ എത്ര രക്തെടുത്തു?
നമ്മളെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ എടുക്കണ അത്ര രക്തമൊന്നും കൊതു കുടിച്ചില്ലല്ലോ. ഒരാളെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഓരോ ആഴ്ചയും ടെസ്റ്റ് ചെയ്യേണ്ട ആളാണെങ്കിൽ തന്നെ ഒരു ടെസ്റ്റിന് തന്നെ എത്ര എടുക്കും? ഒരു തുള്ളി എടുക്കുള്ളൂ? അല്ലല്ലോ, ഒരു വിരലിന്റെ അത്ര രക്തം എടുക്കൂലേ? എത്ര രക്തം എടുക്കും? അപ്പൊ മഹാനവർകൾ ശിഷ്യനോട് പറഞ്ഞു, ഈ സാധു ജീവി അതിന്റെ ഭക്ഷണം കഴിക്കരുത്, നീ അത് സ്വീപ്പാക്കി. ജീവികളോടുള്ള കാരുണ്യം അത് വേണം, വെറുതെ ആക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കാത്തതിന് താക്കീത് ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാർ വളർത്തുന്ന ആളുകളെ തോട്ടത്തിൽ കയറിയപ്പോൾ ഒട്ടകം കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരാ? അപ്പൊ സ്വഹാബി ഓടി വന്നു, നബി എന്റെ ഒട്ടകാണെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ വിൽക്കുന്നോന്ന് ചോദിച്ചു. ഒട്ടകത്തെ വിൽക്കുന്നോന്ന് ചോദിച്ചു. അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, നബി ആകെ ഒരു ഒട്ടകേ ഉള്ളൂ, വേറൊന്നുമില്ല എനിക്ക്, ഞാൻ അത് വിറ്റിട്ട് എന്താ ചെയ്യാ? വിൽക്കുന്നില്ലെങ്കിൽ ഞാൻ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേറെ വാഹനങ്ങളോ മറ്റോ ഇല്ലാഞ്ഞിട്ട് ചോദിച്ചതല്ല. ഞാൻ ഈ തോട്ടത്തിൽ കയറിയപ്പോൾ ഇതെന്നോട് പരാതി പറയുന്നുണ്ട്, നിങ്ങൾ ഇതിന് ഭക്ഷണം കൊടുത്തിട്ട് 2 ദിവസമായി. ശരിയാണോ? അപ്പൊ ആ സ്വഹാബി ഒന്നും മിണ്ടുന്നില്ല. ഭക്ഷണം കൊടുത്തിട്ട് 2 ദിവസമായോ? ഉടനെ അതിന് ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ അല്ലേ അതിന്റെ കൂടെ നടക്കുന്നത്, അതിന്റെ മേലെ ചുമടേറ്റുന്നത്, യാത്ര ചെയ്യുന്നത്. കൊടുക്കേണ്ട നേരത്തതിന് ഭക്ഷണം കൊടുക്കണം. നേർക്ക് നേരെ പോറ്റാൻ കഴിയൂല്ലെങ്കിൽ പോറ്റാൻ കഴിയുന്നവർക്കതിനെ കൈമാറിക്കൊടുക്കണം. വിറ്റുകൊണ്ട് നിങ്ങൾ തടി സലാമത്താക്കണം. വെറുതെ അതിനെ പട്ടിണിക്കിടാൻ പാടില്ല. ഒട്ടകമാണെങ്കിലും അതിനും ചെയ്യണം നന്മ. എല്ലാ ജീവികൾക്കും നന്മ ചെയ്യണം. സഹോദരങ്ങളെ, ഒരാള് പാൽ കറക്കുന്ന ആളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പാൽ കറക്കുന്ന ആളാണെങ്കിൽ മുഴുവനും ഊറ്റിക്കറക്കാൻ പാടില്ല. കുട്ടിക്ക് കുടിപ്പിച്ച ശേഷം ഒന്നുകിൽ ബാക്കി പാല് കറക്കണം, അല്ലെങ്കിൽ പാൽ കറന്ന ശേഷം കുട്ടിക്ക് കുടിക്കാനുള്ളത് അകിട്ടിൽ അവിടെ ബാക്കി വെക്കണം. 1 ലിറ്റർ 2 ലിറ്ററും കൂടി ആകട്ടെ എന്ന് കരുതി ഊറ്റിക്കറക്കരുത്. അത് ഈ കുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതിനെ പട്ടിണിക്കിടാൻ പാടില്ല, അതിനും കൊടുക്കണം പാല്. കുട്ടിയെ പട്ടിണിക്കിടാൻ പാടില്ല, ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളത് പ്രത്യേകം പറഞ്ഞില്ലേ? അറവിന് പോകുന്ന ആളെ വിളിച്ചുകൊണ്ട് തങ്ങൾ ഉപദേശിച്ചില്ലേ, ഇയ്യാക വൽ ഹലൂബ്, പാൽ ചുരത്തുന്നതിനെ അറവ് നടത്തരുത്. ഒന്നുകിൽ അതിന്റെ അറവ് വറ്റണം, അതിന്റെ കറവ് വറ്റണം, അല്ലെങ്കിലോ അതിനെ കറവ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലാകണം. അല്ലാതെ അതിനെ അറുക്കാൻ പാടില്ല. അതിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഓരോ ജീവികളോടും ചെയ്യുന്ന